കുറച്ച് നേരം രാവിലെ അമ്പലത്തിലൊക്കെ നിന്ന് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. നല്ല ചൂടാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ ഞാനും വേദും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് അമ്മ അവിയലുണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അവിടെ ചെന്ന് കുളിച്ച് മാറ്റി പപ്പയും അമ്മയും മിന്നാരും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തേക്ക് വീണ്ടും പോയി. ഇപ്പോൾ തിരക്കൊന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇവിടെ ഒരു സൂചി വീണാൻ കൂടി എടുക്കാൻ പറ്റാത്ത ഉത്സവമാകുമ്പോൾ പിന്നെ റോഡ് സൈഡിലൊക്കെ നല്ല ബജ്ജിയൊക്കെ കിട്ടുന്ന കടകളൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നല്ല കോളിഫ്ലവർ ബജ്ജിയും മുട്ട ബജ്ജിയും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ രാത്രിയായപ്പോൾ നാത്തൂനും കുട്ടീനെയൊക്കെ കണ്ടു. ഓരിങ്ങനെ കറങ്ങാൻ വേണ്ടി നടന്നായിരുന്നു. വേദുവിന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശിയായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടെ കുറച്ചൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളെ കാളവരവ് ഏകദേശം കഴിയാറായിട്ട് ഇഷ്ടം പോലെ കാളകളുണ്ടാവും. ഓരോന്നും വെറൈറ്റി ആയിട്ടുണ്ടാവും. പിന്നെ പപ്പയും അമ്മയും ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് ഷവായൊക്കെ കഴിച്ച് ഒരു വീട്ടിലേക്ക് പോയി. പിന്നെ അമ്മയും വേദവും നാത്തുമാരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കുറേ നേരം ഇരുന്നു. പൂരത്തിന് വന്ന കാളകളാണ് അവിടെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അമ്മയും ഏട്ടൻ്റെ അമ്മയും നാത്തുമാരും ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഫയർ വർക്കാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക്